വ്ളോഗ്. ഇന്ന് ഞാൻ കാത്ത് ഇന്ന് വന്നൊരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിൽ പോകുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ് ഭയങ്കര. അപ്പോൾ 2 ദിവസം പനി പിടിച്ചുകൊണ്ട് ദിവസങ്ങളൊക്കെ നീണ്ടുപോയി. അപ്പോൾ നമുക്ക് പോകും വഴിയെ കാണാം. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ലച്ചു ഒരു നാടൻ വേഷത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പാവാടയും ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത്. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ചന്തയിൽ നിർത്തി ഒരു സാധനം മേടിച്ചു തരില്ല എന്ന്. കാരണം അമ്മമ്മേനെ കൊണ്ടാക്കാൻ പോയപ്പോൾ ഞങ്ങൾ കൊട്ടിയൂർ ചന്തയിൽ ഇറങ്ങിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു. അമ്മമ്മ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്ന്. ഇപ്പം നമ്മൾ കൊട്ടിയൂരെത്തി. ഇതാണ് അക്കരെ ക്ഷേത്രം. ഈ കല്ലുകൾ പെറുക്കി വെച്ചതുണ്ടോ, ഇതൊക്കെ ഓരോരോ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരുപാട് ഐതിഹ്യ കഥകൾ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മേൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെ അമ്മ ഈ കൊട്ടിയൂർ ഉത്സവത്തിൽ വരാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പോയ സമയത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇതാണ് തേങ്ങ സമർപ്പിക്കുന്ന സ്ഥലം. ഇതൊക്കെ ഇവിടുത്തെ നേർച്ചയാണ്. ഉത്സവ ദിവസങ്ങളിൽ അക്കരെ കൊട്ടിയൂരിൽ എല്ലാവർക്കും പ്രവേശനമുള്ളൂ. എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ അമ്പലത്തിൽ തൊഴാൻ വരുത്തുന്നുണ്ട്. ഈ കൊല്ലം ഭയങ്കര തിരക്കായിരുന്നു. ഇവിടുത്തെ പുഴയിൽ കല്ലുകൾ കൂട്ടി വരച്ചാൽ ചന്ദനം നമുക്ക് തൊടാൻ പറ്റും. നമ്മളെ പോക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ മിസ്സായിപ്പോയി. ഇവിടെ ശീവേലിക്ക് എഴുന്നള്ളത്തിനുള്ള ആനയാണ് അത്. തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നാണ് തൊഴാൻ പറ്റിയത്. അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓടപ്പൂ മേടിച്ചു. ഇവിടെ വരുന്ന ഓരോ ഭക്തരും തൊഴുത് മടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഓടപ്പൂ ഉണ്ടാവും. പനിയൊക്കെ കഴിഞ്ഞപാടും വന്നതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയമൊന്നും നിന്നില്ല. നമ്മൾ തിരിച്ച് മടങ്ങാൻ പോവായിരുന്നു. ഒന്നും മേടിച്ചു തരില്ല എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.